Hi all, welcome to Competitive Cracker. ഞാൻ അഞ്ജിത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള, അതായത് ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുൻവർഷം ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. വൈറ്റമിൻസ്, സർക്കുലേഷൻ, അതേപോലെ തന്നെ ഡിസീസസ്, ഇതെല്ലാം RRB ഗ്രൂപ്പ് ഡി എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്നത്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർക്കുലേഷൻ, ബ്ലഡ്, ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ റെസ്പിറേറ്ററി പിഗ്മെന്റ് ഹീമോഗ്ലോബിൻ ഇസ് പ്രസന്റ് ഇൻ. റെസ്പിറേറ്ററി എന്ന് കേൾക്കുമ്പോൾ ഇത് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട. ഇത് നമ്മുടെ ബ്ലഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് നോക്കിയേ. ഹീമോഗ്ലോബിൻ എന്നത് ഏതിലാണ് കാണുന്നത്, എവിടെയാണ് കാണുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ബ്ലഡ് കോർപ്പസ്യൂൾസ് പറഞ്ഞിട്ടുണ്ട്, റെഡ് ബ്ലഡ് കോർപ്പസ്യൂൾസ് പറയുന്നുണ്ട്, ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ബ്ലഡ് സെൽസ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും 3 ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഏതൊക്കെയാണ്? RBC അല്ലെ, റെഡ് ബ്ലഡ് സെൽസ് വരുന്നുണ്ട്. അത് തന്നെയാണ് റെഡ് ബ്ലഡ് കോർപ്പസ്യൂൾസ് എന്ന് പറയുന്നത്. പിന്നീട് ഏതാണ്? WBCs പഠിക്കുന്നുണ്ട് അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് കോർപ്പസ്യൂൾസ്. പിന്നെ എന്താണ്? പ്ലേറ്റ്ലെറ്റുകൾ പഠിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായും 3 ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് സെല്ലുകൾ എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ ഹീമോഗ്ലോബിൻ കാണുന്നത് ഏതിനകത്താണ് എന്നാണ് ചോദ്യം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, എപ്പോഴും നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് എന്ത്? നമുക്ക് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ബ്ലഡിലൂടെ വഹിച്ചു കൊണ്ടുപോകുന്നവര് RBC ആണ്, ചുവന്ന രക്താണുക്കളാണ്. RBC എന്താണ്? വെറും ഒരു ബാഗ് പോലത്തെ സ്ട്രക്ചർ ആണ് അല്ലെ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു സെല്ല് കൂടിയാണ് RBC എന്ന് പറയുന്നത്. ശരിയല്ലേ? എന്നാൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഒട്ടകം. ഒട്ടകത്തിന്റെ RBCയിൽ നമുക്ക് എന്ത് കാണാം? ന്യൂക്ലിയസ് കാണാം കേട്ടോ. ശരി, അപ്പോൾ RBC എന്ന് പറയുന്ന ഒരു ബാഗ് ആണ്. ആ ബാഗിന്റെ അകത്ത് എന്ത് കാണാം? ഒരു പിഗ്മെന്റ് മോളിക്യൂൾ കാണാം. എന്താ അതിന്റെ പേര്? ഹീമോഗ്ലോബിൻ എന്നാണ് അല്ലെ. അപ്പൊ ഈ ഹീമോഗ്ലോബിനിലൂടെയാണ്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ആണ് ശരിക്കും ഓക്സിജനെ ബൈൻഡ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഹീമോഗ്ലോബിൻ കാണുന്നത് ഏതിലാണ്? RBCയിലാണ്. അപ്പോൾ ഈ പറയുന്ന ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെല്ല് ഏത് ചോദിച്ചാലും RBC എന്ന് തന്നെ പറയണം. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റു ചില ഫാക്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBCയുടെ മറ്റൊരു പേര് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏതാണ്? എറിത്രോസൈറ്റുകൾ. ഏതാണ്? എറിത്രോസൈറ്റുകൾ. അതേപോലെ തന്നെ WBCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? രോഗപ്രതിരോധ ശേഷി അല്ലെ, ഡിഫൻസ് മെക്കാനിസം. അതേപോലെ തന്നെ നമ്മൾ WBCനെ വിളിക്കുന്ന പേര് എന്താണ്? പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കാറുണ്ട് അല്ലെ. എന്താണ്? പുറത്തു നിന്ന് രോഗാണുക്കളൊക്കെ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്താൻ സഹായിക്കുന്ന ഭടന്മാർ തന്നെയാണ് WBCs അല്ലെ. അപ്പൊ ഈ WBCസിന് എന്തുണ്ട്? മറ്റൊരു പേരുണ്ട്. എന്താ അത്? ലൂക്കോസൈറ്റുകൾ. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് അല്ലെ. ശരി, പിന്നെ നമ്മൾ പറഞ്ഞത് പ്ലേറ്റ്ലെറ്റുകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? അത് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ല് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഈ പ്ലേറ്റ്ലെറ്റുകൾക്കും മറ്റൊരു പേരുണ്ട്. എന്താ? ത്രോംബോസൈറ്റുകൾ. അപ്പൊ RBC എറിത്രോസൈറ്റുകൾ, WBC ലൂക്കോസൈറ്റുകൾ, പ്ലേറ്റ്ലെറ്റ് ത്രോംബോസൈറ്റുകൾ. ആ പേരുകൾ ഓർത്തിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഹീമോഗ്ലോബിൻ ഏതിലാണ് കാണുന്നത്? അത് തീർച്ചയായിട്ടും നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിലാണ് അല്ലെ, RBCയിലാണ്, എറിത്രോസൈറ്റുകളിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വെസൽസ് ക്യാരി ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട് ടു വേരിയസ് ഓർഗൻസ് ഓഫ് ദ ബോഡി എക്സെപ്റ്റ് ലങ്സ്? നോക്കിക്കേ, ഹാർട്ടിൽ നിന്നും മറ്റ് ഭാഗത്തേക്ക് ശുദ്ധരക്തത്തെ കൊണ്ടുപോകുന്നത് ആരാണ്? ലങ്സ് ഒഴികെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഹാർട്ടിൽ നിന്നും ഈ പറയുന്ന ശുദ്ധരക്തം കൊണ്ടുപോകുന്നത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാർട്ടിനെ പറ്റി ചെറിയൊരു ധാരണ, ഹാർട്ടിന്റെ സ്ട്രക്ചറിനെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാവണം. നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് എത്ര ചേമ്പേഴ്സ് ആണ്? 4 ചേമ്പേഴ്സ് ആണ് അല്ലെ, 4 അറകളാണ്. ഏതൊക്കെയാ? നമുക്ക്
ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. ഇത് ഈ കാണുന്നതാണ് ലെഫ്റ്റ് ഏട്രിയം അല്ലെ. ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? റൈറ്റ് ഏട്രിയം ഉണ്ട്. ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട്. അതേപോലെ തന്നെ എന്ത് കാണാം? നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിളും ഉണ്ട്. ശരിയല്ലേ? അങ്ങനെ 4 ചേമ്പേഴ്സ് ആണ് കാണുന്നത്. ഇതിൽ അശുദ്ധ രക്തം അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത രക്തം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള രക്തം വന്ന് വീഴുന്ന ഭാഗം ഏതാ? ലെഫ്റ്റ് ഏട്രിയമാണ്. ലെഫ്റ്റ് ഏട്രിയമാണ്. അവിടെ നിന്നും പിന്നീട് ഇത് ചെല്ലുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ്. ശരിയല്ലേ? ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ രക്തത്തെ ഇനി ശുദ്ധീകരിക്കണം അല്ലെ, ഇതിലേക്ക് ഓക്സിജനെ കയറ്റണം. ഓക്സിജനെ കയറ്റണമെങ്കിലോ ഇവിടെ നിന്ന് രക്തം പൾമനറി ആർട്ടറി എന്ന് പറയും, അതുവഴി അത് ലങ്സിലേക്ക് പോവുകയും ലങ്സിൽ ചെന്ന് ഇത് ശുദ്ധീകരിച്ച്, അതായത് ഓക്സിജനെയൊക്കെ കയറ്റിക്കഴിഞ്ഞ് ഈ ശുദ്ധരക്തം വീണ്ടും എവിടെ വരികയാണ്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ വരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ ശുദ്ധരക്തത്തെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത്, ലങ്സ് ഒഴികെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ആരാണ്? അയോർട്ട. ആരാണ്? അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. അയോർട്ട. നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസൽ ഏതെന്ന് ചോദിച്ചാലും, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ആർട്ടറി ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയാണ്, അയോർട്ടയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഹാർട്ടിൽ നിന്നും ശുദ്ധരക്തത്തെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ആര് എന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയണം അത് അയോർട്ടയാണ് എന്ന് പറയണം. അയോർട്ട തന്നെയാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസൽ, അത് തന്നെയാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ആർട്ടറി, ഏറ്റവും വലിയ ധമനി. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, അയോർട്ടയാണ്. കിട്ടിയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ബ്ലഡ് സെൽ ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റോപ്പ് ബ്ലീഡിങ്? കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിക്കുകയാണ്. ഓപ്ഷൻസ് ഏതൊക്കെയാ? പ്ലേറ്റ്ലെറ്റ്സ് വരുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് RBC എന്ന് പറയുന്നുണ്ട്, RBC എന്ന് പറയുന്നുണ്ട്, WBC എന്ന് പറയുന്നുണ്ട്. ഏതാ? നമ്മൾ പറഞ്ഞതാണല്ലോ, ഓപ്ഷൻ എ പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മുടെ ആൻസർ. ഇനി ഇത് തന്നെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതെന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയണം. എന്നാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? വൈറ്റമിൻ കെ എന്ന് പറയണം കേട്ടോ. വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിക്കാം. പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഫൈബ്രിനോജൻ എന്ന് പറയണം. ഏതാണ്? ഫൈബ്രിനോജൻ. അപ്പൊ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഏതൊക്കെയാ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ല്, പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഫൈബ്രിനോജൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതെന്ന് ചോദിച്ചാൽ അത് കാൽഷ്യം ആണ്. ഏതാണ്? കാൽഷ്യം ആണ്. ഇത്രയും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് കൃത്യമായി ഓർത്ത് വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്ലേറ്റ്ലെറ്റ്സിന് മറ്റൊരു പേരുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? എന്താണത്? ത്രോംബോസൈറ്റുകൾ അല്ലെ, ത്രോംബോസൈറ്റുകൾ. ശരി, നമ്മുടെ ആൻസർ എന്താണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എന്താ വേണ്ടത്? ആ എക്സാമിന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കണം. ആ എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് കൃത്യമായി എന്താണ് ആ എക്സാമിന് വേണ്ട ഒരു ടീച്ചിങ് സ്ട്രാറ്റജി നമുക്ക് വേണം. ആ ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറഞ്ഞാലും. ഗ്രൂപ്പ് ഡി എക്സാം എന്താണ്? നിങ്ങൾ ആ ഫോക്കസ് ഏരിയ മാത്രം മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ടൈം കൊണ്ട് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ഏത് ഭാഗങ്ങളെ ഫോക്കസ് ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ഈ ഒരു എക്സാം നിങ്ങളെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CC ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ്. നവംബർ 17 നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത് അല്ലേ. വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, തീർച്ചയായിട്ടും പറ്റും. കൃത്യമായി നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും എന്താണ് ഈ താഴെ കാണുന്ന ബൂട്ട് നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Which of the following components of the blood promotes the immunity and helps the body fight against germ? നമ്മുടെ ബോഡിയെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ഏത് സെല്ലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, WBC ആണോ, RBC ആണോ, അതോ ബ്ലഡ് പ്ലാസ്മയാണോ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ലൂക്കോസൈറ്റുകളാണ് അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നോർമൽ സിസ്റ്റോളിക് പ്രഷർ ഓഫ് ഹ്യൂമൻ ബ്ലഡിന്റെ നോർമൽ സിസ്റ്റോളിക് പ്രഷർ ഏതാണ്? നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. സിസ്റ്റോളിക് പ്രഷറുമുണ്ട്, ഡയസ്റ്റോളിക് പ്രഷറുമുണ്ട്. ഇതിൽ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന ടൈമിൽ, ചുരുങ്ങുന്ന ടൈമിൽ എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ പുറത്തേക്ക് വരുന്ന ബ്ലഡിൻ്റെ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് വെച്ചാൽ എപ്പോഴും കൂടുതലാണെന്ന് ഓർക്കുക. ഡയസ്റ്റോളിക് പ്രഷർ എന്താണ്? നമ്മുടെ ഹാർട്ട് റിലാക്സ് ചെയ്ത് നല്ല രീതിയിൽ ഡയലേറ്റ് ചെയ്തിരിക്കുന്ന ടൈമിലുള്ള പ്രഷർ. അപ്പോൾ എന്തായിരിക്കും, അതിൽ നിന്ന് വരുന്ന ബ്ലഡിൻ്റെ പ്രഷറും കുറവായിരിക്കും അല്ലേ? അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ കൂടുതലും ഡയസ്റ്റോളിക് പ്രഷർ കുറവുമായിരിക്കും. എപ്പോഴും ഓർക്കുക, സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120 മില്ലിമീറ്റർ HG ആണ്. അതേപോലെ ഡയസ്റ്റോളിക് പ്രഷർ എത്രയാണ്? 80 മില്ലിമീറ്റർ HG ആണ്. 80 മില്ലിമീറ്റർ HG ആണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എപ്പോഴും ബ്ലഡ് പ്രഷർ 120/80 എന്നല്ലേ പറയുക, 120/80 എന്നാ പറയുക അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എന്തായി? ഇവിടെ സിസ്റ്റോളിക് പ്രഷർ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. 120 മില്ലിമീറ്റർ HG ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ pH ലെവൽ ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ pH ലെവൽ എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൃത്യമായി ഓർക്കുക, ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നതിൽ നല്ല ഹ്യൂമൻ ബ്ലഡ് എന്ന് തന്നെ എടുക്കാം. ഓക്കെ, ഹ്യൂമൻ ബ്ലഡിൻ്റെ ഒരു pH റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആൻസർ? 7 to 7.8 ആണ് കേട്ടോ. നമുക്കൊരു ആൽക്കലൈൻ ആയിട്ടുള്ളൊരു pH ആണ്, 7 to 7.8 ആണ്. ഓക്കെ, ശരി. ദ വാൾ ഓഫ് വെൻട്രിക്കിൾ ഇസ് ഡാഷ് ദാൻ ദ വാൾ ഓഫ് ഏട്രിയം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഹൃദയത്തിൽ 4 ചേമ്പേഴ്സ് ഉണ്ട്, 2 ഏട്രിയവും 2 വെൻട്രിക്കിളും ഉണ്ട് അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെൻട്രിക്കിളിന്റെ വാള് ഏട്രിയത്തെക്കാൾ എങ്ങനെയായിരിക്കും? തിക്കറായിരിക്കോ, തിന്നായിരിക്കോ, ഷോർട്ട് ആയിരിക്കോ, ലാർജ് ആയിരിക്കോ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ആ ഹാർട്ടിന്റെ സ്ട്രക്ചർ വരുമ്പോൾ പറഞ്ഞാണ്, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് വെൻട്രിക്കിൾ. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് എന്ത് ശുദ്ധരക്തം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ഇത് ശുദ്ധീകരിക്കാനായി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഹൃദയത്തിൽ നിന്നും രക്തം ഔട്ട്സൈഡ് പോകുന്നത് എന്ത് വഴിയാ? വെൻട്രിക്കിളിൽ നിന്നാണ് അല്ലെ? വെൻട്രിക്കിളിൽ നിന്നാണ് എപ്പോഴും രക്തം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഹാർട്ടിന്റെ ഔട്ട്സൈഡിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ നല്ല പ്രഷറിൽ പമ്പ് ചെയ്താൽ മാത്രമേ അത് എല്ലാ സ്ഥലത്തേക്കും എത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഈ വെൻട്രിക്കിളുകൾക്ക് എപ്പോഴും ഏട്രിയത്തെക്കാളും കട്ടി കൂടുതലായിരിക്കും. കാരണം അത്രയും ഹൈ പ്രഷറിൽ ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഭിത്തികൾക്ക് കേടുപാട് സംഭവിച്ചുകൂടാ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഭിത്തികൾ ഏട്രിയത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ളതായിരിക്കും, തിക്കായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? വെൻട്രിക്കിളിൻ്റെ വാള് ഇസ് തിക്കർ ദാൻ കട്ടിയുള്ളതായിരിക്കും ഏട്രിയത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബ്ലഡ്? ഹ്യൂമൻ ബ്ലഡിൽ കാണാൻ സാധിക്കാത്ത കോശം ഏത്, സെൽ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. ലൂക്കോസൈറ്റ്, കോൺഡ്രോസൈറ്റ്, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ലൂക്കോസൈറ്റ് നമ്മൾ പറഞ്ഞതാണ്, WBC അല്ലേ? WBC ആണ് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡിലുള്ള സെല്ല് തന്നെയാണ്. ലിംഫോസൈറ്റ് ഒരു ടൈപ്പ് ഓഫ് WBCയിൽ പെട്ട ഒന്നാണ് ലിംഫോസൈറ്റ്. അപ്പൊ തീർച്ചയായിട്ടും ഇതും WBC അല്ലേ? അതെ, അത് ബ്ലഡ് സെല്ലാണ്. മോണോസൈറ്റ് എന്താണ്? അതും ഒരു WBC തന്നെയാണ്. ന്യൂട്രോഫില്, ബേസോഫില്, ഈസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം WBCയുടെ വകഭേദങ്ങളാണ്. 5 എണ്ണം ഉണ്ട്. ന്യൂട്രോഫില്, ബേസോഫില്, ഇസ്നോഫില്, ന്യൂട്രോഫില്, ലിംഫോസൈറ്റ്, ഇതെല്ലാം എന്താണ്? WBC തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ബ്ലഡ് സെല്ലാണ് അല്ലേ? എന്നാൽ ഇത് നമ്മൾ കേട്ടിട്ടില്ല, കോൺഡ്രോസൈറ്റ്. അതെന്താ? അത് കാർട്ടിലേജ് ആണ്. കാർട്ടിലേജിന്റെ സെല്ലുകളാണ്, ബ്ലഡിലുള്ളതല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി, കോൺഡ്രോസൈറ്റ് ആണ്. ഇനി
ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഹു ഇൻവെന്റഡ് ദ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് A ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, B ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, AB ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഇനി ഈ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം. കാൾ കൊള്ളർ ആണോ, മോറിസ് ഹെൽമാൻ ആണോ, കാൾ ലാൻസ്റ്റീനർ ആണോ, എഡ്വേർഡ് ജീനി ആണോ എന്നാണ് ചോദ്യം. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആൻസർ കാൾ ലാൻസ്റ്റീനർ ആണ്. കാൾ ലാൻസ്റ്റീനർ ആണ്. അപ്പൊ കൃത്യമായി ഈ ബ്ലഡ് ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ ഏത് ആന്റിജൻ ആണ്, ആർക്കാണ് ഇത് ദാനം ചെയ്യാൻ പറ്റുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഫാക്ട്സുമായിട്ട് നമ്മൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.